അടിയന്തരാവസ്ഥയ്ക്ക് മേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് 1975 ജൂൺ 25 രാത്രി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരടിയന്തരാവസ്ഥ ബാഹ്യ ആക്രമണത്തിൻ്റെ പേരിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ആ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത്. ആഭ്യന്തര സുരക്ഷിതത്വം അപകടത്തിലായിരിക്കുന്നു എന്നതിൻ്റെ പേരിലാണ്. അത് ഒരു വ്യാജ പ്രസ്താവനയായിരുന്നു, അടിസ്ഥാനരഹിതമായിരുന്നു. അഴിമതിക്കെതിരായും ദുർഭരണത്തിനെതിരായും ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ബീഹാർ കേന്ദ്രീകരിച്ച് പ്രക്ഷോഭണങ്ങൾ നടത്തിയിരുന്നു. വിദ്യാർത്ഥികളും ഒക്കെ അതിൽ പങ്കെടുത്തിരുന്നു. എന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്ന് സംയുക്തമായി പ്രതിപക്ഷം ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. പാർലമെൻറ്റിൽ നിവേദനം കൊടുത്തിരുന്നു. ഇല്ല, നിലവിലുള്ള അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മൊറാർജി ദേശായി ഗുജറാത്തിൽ, അദ്ദേഹം അന്ന് സംഘടനാ കോൺഗ്രസിൻ്റെ നേതാവാണ്. എന്ന് പറഞ്ഞാൽ 68 കോൺഗ്രസ് സ്പ്ലിറ്റ് കഴിഞ്ഞിട്ട് സംഘടനാ കോൺഗ്രസും ഭരണ കോൺഗ്രസും എന്ന് രണ്ടായി തിരിഞ്ഞതിന് ശേഷമുള്ള പഴയ കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ ആണ് സംഘടനാ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ സംഘടനാ കോൺഗ്രസ്സിന് ഗുജറാത്തിൽ കുറേ ശക്തി ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ അന്ന് പ്രത്യേകിച്ച് മൊറാർജി ദേശായി നിരാഹാര സമരം വരെ നടത്തി. അതിലെ പ്രധാനമായ ആവശ്യം നിലവിലുള്ള അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നും ഉടനെ തന്നെ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമായിരുന്നു. അത് ഒത്തുതീർപ്പിലെത്തിയത് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്ന കാര്യം ഇതിന് ശേഷം ആലോചിക്കാമെന്നും തെരഞ്ഞെടുപ്പ് നടത്താമെന്നുമാണ്. തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇന്ദിരാഗാന്ധി നേതൃത്വം വഹിക്കുന്ന ഭരണ കോൺഗ്രസ്സിനല്ല ഭൂരിപക്ഷം കിട്ടിയത്. അതവരെ വളരെയധികം വ്യാകുലപ്പെടുത്തി. എന്ന് മാത്രമല്ല, അത് താമസിയാതെ തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ്റിലേക്ക് അവർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് കോടതി റദ്ദാക്കി. അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ഒരു പ്രധാനമായ ആരോപണം. വേണമെങ്കിൽ അത് സുരക്ഷാ കാര്യങ്ങളുടെ പേരിൽ കോടതിക്ക് മറിച്ച് വിധിക്കാമായിരുന്നു എന്ന് അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അടിയന്തരാവസ്ഥയെ എതിർത്തതിൻ്റെ പേരിൽ ഇന്ദിരയുടെ അടിയന്തരം എന്ന് പറഞ്ഞ ലഘുലേഖ ഇറക്കിയനാണ് എന്നെ അറസ്റ്റ് ചെയ്ത് ചാർജ് ചെയ്തതൊക്കെ. അത് നിർണയം എന്ന് പറഞ്ഞ അന്നത്തെ ഒരു കോൺഗ്രസ്സിലെ റബൽ ഗ്രൂപ്പ് നടത്തിയിരുന്ന പരിവർത്തനവാദികൾ എന്ന് പറയുന്ന അവർ നടത്തിയിരുന്ന, അന്ന് ഒരു പരിവർത്തനവാദികൾ എന്നുള്ള പേര് വന്നിട്ടില്ല, ആ വാരികയുടെ ഭാഗമായിട്ടാണ് ആ ലഘുലേഖ പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ പേര് ഇന്ദിരയുടെ അടിയന്തരം എന്നായിരുന്നു. അതിൽ ഉൾപേജിൽ എഴുതിയിരിക്കുന്ന ഈ ലേഖനങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് നിയമപരമായി ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്നും കൂടി എഴുതിയിട്ടുണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ്. കാരണം ജനാധിപത്യത്തിൽ ഒരാൾക്ക് ഒരു കാര്യത്തിൽ യോജിക്കും മറ്റൊരു കാര്യത്തിൽ വിയോജിക്കാനും അവകാശമുണ്ട് എന്നുള്ളതിൻ്റെ ആ സ്വാതന്ത്ര്യം നിലനിന്നിരുന്ന ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് അന്ന് എഴുതിയത്. എന്ന് മാത്രം ഇത് റദ്ദാക്കിയപ്പോൾ അവർ സ്റ്റേ മേടിക്കാനായിട്ട് പോയി. കോടതി കണ്ടീഷണലായിട്ട് സ്റ്റേ ആണ് കൊടുത്തത്. കണ്ടീഷണലായിട്ടുള്ള സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാജരാകാം, വോട്ട് ചെയ്യാൻ പാടില്ല, ശമ്പളം മേടിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യം. ഇത് പുതിയൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ സമയം വേണമെന്ന് പറഞ്ഞിട്ട് കൂടിയാണ് ഹർജി കൊടുത്തത്. അത് കഴിഞ്ഞ് ഈ സ്റ്റേ കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി മേടിക്കാൻ പോയപ്പോൾ ജസ്റ്റിസ് കൃഷ്ണയ്യർ ഇതേപോലെ തന്നെ ഹാജരാകാം, വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വാലും തലയില്ലാത്ത രീതിയിൽ അവരാവശ്യപ്പെടാതെ തന്നെ പ്രധാനമന്ത്രിയായി തുടരാമെന്നുള്ള ഒരു വാക്കും പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേ ഓർഡർ ആണ് ഉത്തരവിട്ടത്. ആദ്യം ഈ കോൺഗ്രസ്സുകാർ ആലോചിച്ചത് വേറൊരു നേതാവിനെ ആ സ്ഥാനത്ത് വെച്ചിട്ട് ബറുവയെ പോലെ, ബറുവ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ദിരാഗാന്ധിയുടെ ദാസൻ തന്നെയായിരുന്നു, കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്ന ബറുവ, DK ബറുവ. ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ തൽക്കാലം പ്രധാനമന്ത്രിയാക്കി വെച്ച് സ്റ്റേ മേടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രധാനമന്ത്രിയാവാം എന്നായിരുന്നു ധാരണ. പക്ഷെ അപ്പോൾ ജഗജീവൻ റാം എന്ന് പറഞ്ഞ കോൺഗ്രസിലെ നേതാവ്, അദ്ദേഹം പട്ടികജാതി വർഗ്ഗക്കാരുടെ ഒരു നേതാവാണ്, പഴയ പാരമ്പര്യമുള്ള നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ദിരാഗാന്ധി മാറുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് നേതാവാക്കാം, പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അതോടുകൂടി ഇന്ദിരാഗാന്ധിക്ക് ബാലൻസ് തെറ്റി. കാരണം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. പോരാതെ തന്നെ ജഗജീവൻ റാമിനെ പോലെയുള്ള ഒരു നേതാവിന് 80 MPമാരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. ഏത് പാർട്ടിയിൽപ്പെട്ട ഷെഡ്യൂൾ കാസ്റ്റുകാരനാണെങ്കിലും അദ്ദേഹത്തെ തന്നെയാണ് അവർ നേതാവായിട്ട് കരുതുക. അതിനെ പറ്റി ഒരു തമാശയുണ്ട്. സുധീരൻ തന്നെ ഷെഡ്യൂൾ കാസ്റ്റുകാരനാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പ്രത്യേകം ചില പൈസ ഒക്കെ കൊടുത്തിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ
ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട എല്ലാ ആളുകളും അദ്ദേഹത്തെ ഒരു നേതാവായിട്ട് അംഗീകരിച്ചു. നേതാവ് ആണ് താനും പാരമ്പര്യമായി കോൺഗ്രസ്സിൽ വന്നിട്ടുള്ള നേതാവാണ്. അംബേദ്കറുള്ള കാലത്ത് തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ആയ ആളുകളുടെ ഇടയിൽ അദ്ദേഹത്തിന് നേതൃസ്ഥാനമുണ്ട്. ഇത് ജഗജീവൻ റാം പറഞ്ഞപ്പോൾ വളരെയധികം ഇന്ദിരാഗാന്ധി പരിഭ്രാന്തയായി തിരിച്ചു വരാൻ പറ്റില്ല എന്ന്. ഈ തജ്ജത്തിൽ ഇന്ദിരാഗാന്ധി പുരോഗമനവാദിയാന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന കുറേ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അല്ലാത്ത സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായ ചന്ദ്രശേഖരനെ പോലെയുള്ള പിന്നീട് ജനതാ പാർട്ടി പ്രസിഡൻ്റായി വന്ന അദ്ദേഹത്തെ പോലുള്ളവരുണ്ട്. അവർ ഈ സോവിയറ്റ് ഗ്രൂപ്പിൻ്റെ എതിരാണ്. ഇവരെല്ലാം കൂടി റോട്ടിൽ പ്രക്ഷോഭണം നടത്താനും വർക്കിംഗ് കമ്മിറ്റിയിൽ നിജലിംഗിയെ പോലെയുള്ള മാന്യ നേതാക്കന്മാരെ ഷർട്ട് പിടിച്ച് വലിക്കാൻ അപമാനിക്കാനും എല്ലാം പോയി. എന്ന് മാത്രമല്ല, ഇന്ദിരാഗാന്ധി അട്ടിമറിക്കാൻ പോകുകയാണെന്ന് എൻ്റെ അറിവിൽ സോവിയറ്റ് യൂണിയൻ പിന്തുണ നൽകുന്ന, സോവിയറ്റ് യൂണിയനെ അനുകൂലിക്കുന്നവരും സോവിയറ്റ് യൂണിയൻ തന്നെയും അന്നത്തെ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ആ സംഭവങ്ങളെപ്പോലെ ഇന്ദിരാഗാന്ധി അട്ടിമറിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവരെ ധരിപ്പിച്ചു. ആത്മവിശ്വാസമില്ലാതെ അധികാരത്തിലിരിക്കുന്ന എല്ലാ ആളുകളെയും പോലെ സ്ഥാന സംരക്ഷണം ഇവരുടെ മുഖ്യ ലക്ഷ്യമായി. അപ്പോൾ ഇവർ ഈ സ്റ്റേ എല്ലാം വകവയ്ക്കാതെ അടിയന്തരാവസ്ഥ, സിദ്ധാർത്ഥ ശങ്കർ റേ എന്ന് പറയുന്ന ബംഗാളിലെ കോൺഗ്രസ് നേതാവാണ് മുൻകൈയെടുത്തത് ഇതിന് ഭരണഘടനാപരമായ ഉപദേശം കൊടുക്കാൻ. അങ്ങനെ കുറച്ച് പേരുകൂടി ഒരു ഗൂഢാലോചന പോലെ നടത്തിയിട്ടാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിനൊരു ന്യായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് തൊട്ട് മുമ്പ് തന്നെ ഭംഗിയായിട്ടൊരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. പിന്നെ ജയപ്രകാശ് നാരായണത്തിൽ പ്രക്ഷോഭണം നടന്നിരുന്നു. ഈ കാലത്ത് അത്ര വലിയ, അതിനു മുമ്പ് അതിനേക്കാൾ വലിയ സമരങ്ങൾ നടന്നപ്പോഴൊന്നും ഇല്ലാത്ത ആന്ധ്രയിലെ വിജയവാഡയിൽ നടന്ന സമരം 1 മാസം ട്രെയിൻ തന്നെ ഓടിയില്ല. അങ്ങനെയുള്ള സമരങ്ങളൊന്നും നടന്നപ്പോൾ ഇല്ലാത്തൊരു അടിയന്തരാവസ്ഥ കൃത്രിമമായി അട്ടിമറിക്കാൻ പോകുന്നു എന്ന പേരും പറഞ്ഞ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നു മാത്രമല്ല, പുറത്തു വരാത്ത ഒരു കാര്യം, അന്നത്തെ കേരളത്തിലെ CPI നേതാവായിരുന്ന കുമാരൻ, അത് CPIയുടെ സെക്രട്ടറിയാണ്, അദ്ദേഹം എന്നോട് തന്നെ ഈ TBയിൽ വെച്ച്, എറണാകുളം TBയിൽ വെച്ച്, പ്രസ് ക്ലബ്ബ് അതിൻ്റെ തൊട്ടടുത്താണ്, പറഞ്ഞിട്ടുണ്ട് 6 ലക്ഷം പട്ടാളക്കാരെ വേണമെങ്കിൽ ഇറക്കി കൊടുക്കാമെന്ന് ഇന്ദിരാഗാന്ധിയോട് അന്നത്തെ നേതാവായ ബ്രഷ്നേവ് പറഞ്ഞു എന്ന്. അവർക്ക് ഈ അടിയന്തരാവസ്ഥയിൽ കൂടെ അവരുടെ അധികാരം ഇന്ത്യയിൽ ഉറപ്പിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊരു സത്യം തന്നെയാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സോഷ്യലിസത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൊണ്ടുവരണമെന്ന് വരുത്താൻ വേണ്ടി ഒരു 20 പരിപാടി പ്രഖ്യാപിച്ചു. സത്യത്തിൽ അത് 19 പരിപാടിയാണ്. ഈ 20 ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് വേറെ ഭാഷയിൽ പറയുകയാണ് ചെയ്തത്. ഈ 20 പരിപാടി പ്രഖ്യാപിച്ച് അത് നടപ്പാക്കാനാണെന്നും മൊറാർജി ദേശായി, നിജലിംഗപ്പ, കാമരാജ് തുടങ്ങിയ പഴയ കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അവരെ അട്ടിമറിക്കാൻ പോവുകയാണെന്നുള്ളൊരു പ്രചരണവും അവർ നടത്തി. മുമ്പേ തന്നെ ഇവർക്കെതിരായിട്ട് ഒരു ധാരണ ഈ ആളുകളെക്കുറിച്ച് ഇവർ സംഘടനാ കോൺഗ്രസ് ആകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആ ചരിത്രം നമ്മളുടെ ബുദ്ധിജീവികളുടെ കള്ളത്തരത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ഇന്ദിരാഗാന്ധിയുടെ 5 ജീവചരിത്രം ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അവസാനം വന്ന ഡോം മൊറസേജ് ഒരെണ്ണത്തിലൊഴികെ ഇവർ ഗിരിക്കെതിരായി വോട്ട് പിടിക്കുകയും സഞ്ജീവ് റെഡ്ഡിയെ ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തതാണ്. രാഖി രാമാനം ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രചരണം കേട്ടിട്ട് ഇവർ കാലുമാറി നിർഭാഗ്യവശാൽ 2ാമത്തെ വോട്ടെടുപ്പിൽ ഗിരി ജയിക്കുകയും അങ്ങനെ ഇവരുടെ അധികാരം ഉറക്കുകയാണ് ചെയ്തത്. ആ അധികാരം ഉറച്ച ശേഷം പിന്നെ അതിന് ചാഞ്ചല്യം വരുന്നത് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക, അതിന് പുറമെ സ്വാധീനം കുറഞ്ഞു എന്ന് തോന്നത്തക്ക ചില സംഭവങ്ങൾ നടന്നു. കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന, ചന്ദ്രശേഖർ ജയപ്രകാശിനെ അനുകൂലിച്ച് പരസ്യമായ പ്രസ്താവന ഇറക്കിയാണ് പ്രക്ഷോഭണത്തെ. പിന്നീട് ജനതാ പ്രസിഡൻ്റായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഏറ്റവും ഭൂരിപക്ഷത്തോട് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ രാംധൻ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പിനെതിരായിട്ട്. അതോടുകൂടി ഇവർ പാർലമെൻ്ററി പാർട്ടിയിലും കോൺഗ്രസ്സിലും തൻ്റെ സ്ഥാനം പോയിക്കൊണ്ടിരിക്കുകയെന്ന് ഭയന്നു. കോൺഗ്രസ്സിൽ ഇവർക്കെതിരായിട്ട് എതിർപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സീനിയർ നേതാക്കളെല്ലാം അപ്പുറത്താണ്. ഈ ഭയം അവരെ വല്ലാതെ അരട്ടുകയും അതിന് തടയിടാനായിട്ട് ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടി എനിക്ക് തന്നെ ഇപ്പോൾ ഓർമ്മയിൽ ആ 20 പരിപാടിയിൽ കാര്യമായി യാതൊന്നുമില്ല. മുമ്പ് അത് അഥവാ നടപ്പാക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ 67 കോൺഗ്രസിലെ മാനിഫെസ്റ്റോയിൽ നടപ്പാക്കാനുള്ള
അവസരം ഉണ്ടായിരുന്നു. ചന്ദ്രശേഖരനെ പോലെയുള്ള ആൾക്കാർ അത് നടപ്പാക്കണമെന്ന് പറഞ്ഞിരുന്നുമാണ്. അതൊന്നും ഇവർ ചെയ്യാതെ ഒരു 20 ദിന പരിപാടി പ്രഖ്യാപിച്ചു. ആ 20 ദിന പരിപാടിക്ക് വേണ്ടിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ ഈ അടിയന്തരാവസ്ഥ ഏറ്റവും കൂടുതൽ ശരിക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ ഒരു പിഞ്ച്, അതിൻ്റെ ഒരു വേദന അനുഭവിക്കേണ്ടി വന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൊക്കെ വിശ്വസിക്കുന്ന, ജനാധിപത്യ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടേതാണ്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ നൽകി എന്നുള്ളതാണ് സത്യം. കാരണം പിള്ളേരെ ഒരു കാര്യമില്ലാതെ സമരം നടത്തുക, അങ്ങനെയൊക്കെയുള്ളതിനെതിരായ ഇടത്തരക്കാരുടെ ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. അതുകൊണ്ട് പിള്ളേർ സമയത്തിന് സ്കൂളിൽ പോകുന്നു, ബസ്സിൽ എല്ലാം സമയത്തിന് ഓടുന്നു, ട്രെയിൻ ഓടുന്നു. മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ളവർ ജോലിക്ക് വരുന്നു. ഈ തുടങ്ങിയ കാര്യങ്ങൾ ആകർഷിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് കേരളത്തിൽ മാത്രമാണ്. മറ്റുള്ള സ്ഥലത്ത് ഇതിനു പുറമെ ഭീകരമർദ്ദനവും, ഉത്തർപ്രദേശ് ചില സ്ഥലത്ത് ആളുകളെ അനാവശ്യമായി ജയിലിടുക, മർദ്ദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായില്ല. പക്ഷേ ബുദ്ധിജീവികളെന്ന് പറയുന്നവരല്ല, സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അടിയന്തരാവസ്ഥ തീർച്ചയായിട്ടും അത് വളരെയധികം ഒരു ശ്വാസം മുട്ടലുണ്ടാക്കുന്നത്. എന്നെ പോലെയുള്ള ആളുകൾക്ക് അങ്ങനെ തന്നെയായിരുന്നു. പത്രസ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു. സർക്കാരിനെതിരായിട്ട് ഒരു കാര്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ എഴുതാൻ വയ്യാത്തൊരവസ്ഥ വന്നു. റോട്ടിൽ ഒരാളെ പട്ടി കടിച്ചാൽ ആ വാർത്ത പോലും ഭരണത്തിന് എന്തോ കുഴവാണെന്ന് വിചാരിച്ചിട്ട് എടുത്തു കളഞ്ഞ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കൊലപാതകം റോട്ടിൽ എല്ലാവരും കാണുക നടന്ന കൊലപാതകം റിപ്പോർട്ട് ചെയ്യുന്നതിനെതിരായിട്ട് സെൻസർ ഇടപെട്ടിട്ടുണ്ട്. അനാവശ്യമായ അവരുടെ അധികാരം, ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ആവശ്യമില്ലാതെയും പോലീസുകാർ ചെയ്യുന്ന പോലെ അത് ഉപയോഗിക്കും. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടത്തരക്കാരും അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്വാസം മുട്ടൽ അനുഭവപ്പെടുത്തു എന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു. ഗവൺമെൻറ്റിനെ ഒരു തരത്തിലും വിമർശിക്കാൻ പാടില്ല. ബസ് അപകടം ഉണ്ടായാൽ പോലും റിപ്പോർട്ട് ചെയ്യാൻ വയ്യ. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും അദ്വാനി പിന്നീട് കമ്മ്യൂണിക്കേഷൻ മന്ത്രിയാവുന്ന അദ്ദേഹം പറഞ്ഞ പോലെ കുനിയാൻ പറഞ്ഞപ്പോഴേക്കും മുട്ടിലിഴഞ്ഞു എന്നുള്ളത് തന്നെയാണ് സത്യം. നേരിട്ട് എതിർക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ആ കാര്യം പറഞ്ഞ് രഹസ്യമായി ലഘുലേഖകൾ ഇറക്കുകയോ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കുകയോ ചെയ്യാമായിരുന്നു. അതും ചെയ്യാതെ വഴങ്ങുക തന്നെയാണ് ചെയ്തത്. മുഖ്യധാരാ പത്രങ്ങൾ, അതായത് മാതൃഭൂമി, മനോരമ തുടങ്ങിയവർ വളരെ കൂടുതൽ തന്നെ ആവശ്യമില്ലാത്ത വിധം ഇന്ദിരാഗാന്ധി സ്തുതി നടത്തുകയും ഇന്ദിരാഗാന്ധിയുടെ വാച എന്ന് പറയുന്ന രീതിയിൽ അവരുടെ മുത്തുമൊഴികൾ മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മനോരമയും അന്ന് ഏതോ ഐസ്ലൻഡ് പാമ്പുകളെ പറ്റി എഴുതിയെന്നൊക്കെ പറയുന്ന പോലെ എഡിറ്റോറിയൽ ഒക്കെ തന്നെ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതിയത്. ആദ്യം ദേശാഭിമാനിയും തൃശ്ശൂർ മലയാളം എക്സ്പ്രസ്സും എഡിറ്റോറിയൽ കോളം ഒഴിച്ചിട്ടു പ്രതിഷേധിച്ചിട്ട്. പക്ഷേ പിന്നീട് അതും പാടില്ല എന്ന് സെൻസർ പറഞ്ഞു. അത് അറിയാത്ത വിധം അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ തന്നെ നിലവിലുണ്ടെന്ന് തോന്നാത്ത വിധത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ പത്രങ്ങൾ മാറി. അതിനെതിരായൊരു പ്രക്ഷോഭണം, സംഘടിത പ്രക്ഷോഭണം പ്രധാനമായും നടത്തിയത് RSS പ്രവർത്തകർ തന്നെയാണ്. അവരുടെയും ആ പ്രവർത്തന ശൈലിയോട് അന്ന് ഞാൻ എന്തുമാത്രം ആവശ്യമില്ലാത്ത ത്യാഗം ആണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാലാരിവട്ടത്തു നിന്ന് ഒരു 25 പേര് ജാഥ നടത്തി മറ്റേ സെൻറ്റ് മാർട്ടിൻ പള്ളിയുടെ അവിടെ വരുന്നതിന് മുമ്പ് പോലീസ് വണ്ടി ഒന്ന് അടിച്ച് അകത്തേക്ക് കയറ്റുകയും 3 മാസത്തേക്ക് ശിക്ഷിച്ച് അകത്തിടുകയും ചെയ്യും. എങ്ങനെയായാലും 2-3000 പേരെ കൂടുതൽ വളണ്ടിയേഴ്സിനെ അതിനുവേണ്ടി സമരത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇന്ത്യ ഒട്ടാകെ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ വളണ്ടിയേഴ്സ്, ഏറ്റവും കൂടുതൽ കാലം ഇതിനെതിരായി സമരം ചെയ്തത് അകാലികളാണ്. അത് പഞ്ചാബിൽ. പിന്നെ കേരളത്തിൽ RSS ആയിരുന്നുണ്ടെങ്കിൽ ആദ്യതാണ്. പിന്നെ അവർ ലഘുലേഖ ഇറക്കുക, അങ്ങനെയുള്ള കാര്യം. ഞങ്ങൾ ലഘുലേഖ ഇറക്കുക, ഞാനൊക്കെ അതിൽ മുൻകൈ എടുത്ത് ലഘുലേഖ ഇറക്കി ആവുന്നത്ര പ്രചരിപ്പിക്കുക എന്നുള്ള ലൈനാണ് എടുത്തത്. RSSകാർ പോസ്റ്റർ എഴുതാനും ഈ അടിയന്തരാവസ്ഥക്കെതിരായി നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ കുരുക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധീകരണം വിതരണം ചെയ്യാനുമാണ് ശ്രമിച്ചത്. അതവർ കുറേയൊക്കെ വിജയകരമായി നടത്തി. ഇപ്പം നാരായണനും രാംപിള്ളയും പിന്നീട് ജന്മഭൂമി പത്രമായി വന്ന നാരായണനും രാംപിള്ളിയൊക്കെ എൻ്റെ വീട്ടിൽ ഈ കാര്യം സംസാരിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാനും ഞങ്ങൾക്ക് അതിനൊരു സംവിധാനം ഉണ്ടായിരുന്നു. അവരുടെ ഉപയോഗിച്ച് അവർക്ക് 2-3 ലഘുലേഖ അടിച്ചു കൊടുക്കുന്നതിൽ എന്നോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച അന്ന് കോൺഗ്രസിലെ പരിവർത്തനവാദികൾ ഗ്രൂപ്പ് അവർ അതിൽ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്വന്തമായി ഞാൻ എഴുതിയത് തന്നെയായ ഒരു 4-5 ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. അത് ജയിലിൽ വരെ എത്തിച്ചിരുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെയുള്ള പ്രചരണം തന്നെയാണ് അടിയന്തരാവസ്ഥയിൽ വേണ്ടിയിരുന്നത്. മറ്റേ കുരുക്ഷേത്രം എന്തെല്ലാം പ്രവർത്തനങ്ങൾ ദേശീയമായും അന്തർദേശീയമായും നടന്നിരുന്നു എന്നറിയാൻ ഒരു ചെറിയ ഷീറ്റാണെങ്കിലും അങ്ങനെയുള്ള ഇതാണ്
വിതരണം ചെയ്യുകയാണ് അവർ ചെയ്തത്. പക്ഷെ പൊതുവെ വളരെ ദയനീയം എന്ന് തന്നെ പറയാവുന്ന വിധത്തിലാണ് ബുദ്ധിജീവികളും പത്രങ്ങളും ഈ അടിയന്തരാവസ്ഥയോട് പ്രതികരിച്ചത്. ചില ബുദ്ധിജീവികൾ ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടിയെ പുകഴ്ത്തിക്കൊണ്ട് കവിത എഴുതി. ONV കുറുപ്പും കവിത എഴുതിയ ആളാണ്, NV കൃഷ്ണമാർ കവിത എഴുതിയ ആളാണ്. 20 തിരിയിട്ട വിളക്ക്, 5 തിരി എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ മകൻ മഹാറൗഡിയായി എന്ന് വിശേഷിക്കപ്പെട്ട സഞ്ജയ് ഗാന്ധി അധികാരത്തിൽ വന്ന് അയാളുടെ ഒരു 5 പരിപാടി വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 5 തിരിയിട്ട വിളക്ക്, 20 തിരിയിട്ട വിളക്ക് തുടങ്ങിയ നാണം തോന്നുന്ന വിധത്തിൽ ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ട് ബുദ്ധിജീവികൾ കവിതകൾ ഒക്കെ എഴുതി പ്രസിദ്ധീകരിച്ചു. ചില ആളുകൾ ഇതിനെ എതിർത്ത് OV വിജയനെ പോലെയുള്ള ആൾ കാർട്ടൂൺ വരച്ചു. പക്ഷേ അങ്ങനെയുള്ളൊരു കാർട്ടൂൺ വരച്ചു എന്നുള്ളതുകൊണ്ടൊന്നും വലിയതായിട്ട് ഒരു ബലം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ആ വ്യക്തിയുടെ ഒരു തരം ബുദ്ധിജീവി നാട്യത്തിന് സൗകര്യപ്പെടും എന്നല്ലാതെ ജനങ്ങളെ ഇളക്കാനായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള മൗലികാവകാശങ്ങളെ നിരോധിച്ചിരിക്കെ അതിനെ എതിർക്കുന്ന പരിപാടി തന്നെയാണ് വേണ്ടത്. പോസ്റ്റർ ഒട്ടിക്കലും ചുമരെഴുത്തുമൊക്കെ തന്നെയാണ്, ലഘുലേഖ തന്നെയാണ് വേണ്ടത്. അല്ലാതെ ആർക്കും മനസ്സിലാവാത്ത ഒരു കണ്ണടയും വെച്ച ഒരാളും ഒക്കെ ഇരുന്നാൽ ഒന്നും വലിയ കാര്യമൊന്നുമല്ല. എന്നെങ്കിലും അത് ചെയ്തു. എഴുത്തോ നിൻ്റെ കഴുത്തോ എന്ന് ചോദിച്ചു ഒരുവൻ വരും മുമ്പേ എന്ന രീതിയിൽ ഗോവിന്ദനും കവിത എഴുതി. ഞാൻ പണ്ടും ബുദ്ധിജീവികളെന്ന് പറയുന്ന ഈ എഴുത്തുകാരെക്കുറിച്ച് വലിയ അഭിപ്രായം എനിക്കില്ല. ഞാൻ ബുദ്ധിജീവികൾ അവഗണിക്കേണ്ടവരാണെന്ന് 1970 തന്നെ എഴുതിയിട്ടുള്ളതാണ്. അന്ന് ഈ വ്യർത്ഥതാവാദികളായിരുന്നു, ജീവിതത്തിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവന്മാരൊന്നും ആത്മഹത്യ എന്ന് വിചാരിക്കേണ്ട, കഞ്ചാവ് പിടിക്കുകയും വല്ലവൻ്റെ ചെലവ് ജീവിക്കുകയും ചെയ്യുന്ന ബുദ്ധിജീവികളാണ് ഇവിടെ കേരളത്തിൽ. അല്ലാണ്ട് വ്യർത്ഥതയൊന്നും അവർക്കില്ല. പാശ്ചാത്യ രാജ്യങ്ങൾ ആത്മഹത്യ ചെയ്ത ആൾക്കാരെ പോലെ ഒന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല. കാശുണ്ടാക്കുക, വല്ലവരും ചെലവിൽ മദ്യപിക്കുക, ഇതൊക്കെ തന്നെയാണ് അന്നും ഇവിടുത്തെ ബുദ്ധിജീവികളിൽ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിധം ബുദ്ധിജീവികൾക്ക് സ്ഥാനം കൊടുക്കുന്നതുകൊണ്ട് അന്നും എനിക്ക് യോജിപ്പില്ല, ഇന്നുമില്ല. ഏതായാലും ബുദ്ധിജീവികളും ഒന്നും കാര്യമായി അടിയന്തരാവസ്ഥയ്ക്ക് എതിർപ്പുണ്ടാകില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രധാന പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഒരു ചാഞ്ചാട്ട സ്വഭാവമാണ് ഉണ്ടായത്. കാരണം സോവിയറ്റ് യൂണിയൻ ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും ഇത് വാസ്തവത്തിൽ ഫാസിസമാണോ അമേരിക്കൻ നേതൃത്വത്തിൽ? ഇന്നലെ ജയപ്രകാശ് നാരായണനെ പോലെ ഇന്ത്യ കണ്ടേക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യവാദിയാണ് ഇവർ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞത്. അത് ഒരു ചാഞ്ചാട്ടം ഇവർക്കുണ്ടാക്കി. EMSനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. അദ്ദേഹം കാര്യമായ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കേണ്ട എന്ന് രഹസ്യമായി പറഞ്ഞ ആളാണ്. ആദ്യത്തെ 3 മാസം ചില അറസ്റ്റും ഒക്കെ നടന്നു. വേഗം അവരെ വിട്ടയക്കുകയും RSSകാരെ മാത്രം തടവിലിടുകയും മർദ്ദിക്കുകയും ചെയ്തു. ഞാനോ എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളോ ഞങ്ങൾ കോൺഗ്രസിലൂടെ പരിവർത്തനം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരായതുകൊണ്ട് അടിയൊന്നും കിട്ടിയില്ല. അല്ലെങ്കിലും കുറച്ച് സാമൂഹ്യ ഒരു സ്ഥാനമുള്ള ആൾക്കാരായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവർ, അഡ്വക്കേറ്റും ഒക്കെ ആയിരുന്നുകൊണ്ടും അടിയൊന്നും ഞങ്ങളോട് ചെയ്തില്ല, അസഭ്യം പറയലോ ഉണ്ടായില്ല. പക്ഷേ ലഘുലേഖ ഇറക്കുന്നത് ഞങ്ങൾ വിജയകരമായി നടത്തി. 5 എണ്ണം ഇറക്കി. അത് എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ആദ്യത്തെ ഇതിൻ്റെ പേര് ഇന്ദിരയുടെ അടിയന്തരം എന്നായിരുന്നു ആ ലഘുലേഖയുടെ പേര്. ഇത് സഞ്ജയൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നെഹ്റു കുടുംബം, എങ്ങനെ സഞ്ജയ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ മരിച്ചുപോയ മകനെ നേതാവാക്കാൻ ശ്രമിച്ചു. ഇത് മോട്ടിലാൽ നെഹ്റു തൊട്ട് നെഹ്റു എങ്ങനെ ഇന്ദിരാഗാന്ധിയാക്കി, ഇന്ദിര എങ്ങനെ ഇപ്പോൾ സഞ്ജയനെ കൊണ്ടുവരുന്നു എന്ന് വരെ ഉള്ളൂ. ഇത് ഇന്ദിര നശിക്കും, ജനത ജയിക്കും, ജനത എന്നുള്ള പാർട്ടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും അത് പറഞ്ഞുകൊണ്ടാണിത് അവസാനിക്കുന്നത് എന്ന് മാത്രമല്ല, ഞങ്ങൾ ആദ്യം ഇറക്കിയ കേസ് വരാനിടയായ ലഘുലേഖയിലും ഇതിനെതിരായി പ്രക്ഷോഭണം നടത്താൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു. വിദ്യാർത്ഥികളോടും യുവാക്കളോടും തൊഴിലാളികളോടും ഒക്കെ. ആരും കാര്യമായ പ്രക്ഷോഭണമൊന്നും നടത്തിയില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ മഹാരാജാസ് കോളേജിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട, എന്നുവെച്ചാൽ ഞാനും ഒക്കെ ആയി സഹകരിച്ച് പ്രവർത്തിച്ച ഗ്രൂപ്പിൽപ്പെട്ട അവരുടെ വിദ്യാർത്ഥി വിഭാഗം ഇറക്കിയ നോട്ടീസാണ് ആദ്യത്തെ നോട്ടീസ് ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട്. അതിൻ്റെ തലക്കെട്ട് 2ാം സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറാകുക എന്നായിരുന്നു. പിന്നെ പലതിലും 2ാം സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറാകുക എന്നും പറഞ്ഞ് പിന്നെ ഇപ്പോഴും നമ്മൾ 2ാം സ്വാതന്ത്ര്യ സമരമായിട്ട് അത് കണക്കാക്കണ രീതിയിൽ പറയുന്നുണ്ട്. ഇതിനും പുറമെ ഒരു ഡോക്യുമെൻ്ററി ഞാൻ കാണാനിടയായി. RSSകാർ ചെയ്ത പ്രവർത്തനം, അവർക്ക് നേരിടേണ്ടി വരുന്ന ഭീകരമർദ്ദനങ്ങൾ. സത്യത്തിൽ അതിന് ഒരു സമാധാനപരമായ സമരം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ സമരം തന്നെയായിരുന്നു. അവരെ മർദ്ദിക്കാൻ അന്ന് വൃത്തികെട്ട പോലീസുകാർക്ക് മാത്രമേ സാധിക്കുള്ളായിരുന്നു, ഏതെങ്കിലും അധികാരികളുടെ പിന്തുണയോടുകൂടി. കാരണം ഒരു കുറ്റവും ഇല്ലാത്ത വിധത്തിൽ ആട് മേയ്ക്കാൻ പോകുന്നവൻ RSSലെ ആളെ ചേർക്കാൻ വന്നു എന്ന്. RSSനെ സംബന്ധിച്ച് അറിയുന്ന ആർക്കെങ്കിലും അറിയാം അവരെങ്ങനെ പരസ്യമായി മെമ്പർഷിപ്പ് ചേർക്കേണ്ട ഒരു പരിപാടിയേ അല്ലെന്ന്. കലൂർ മാതൃഭൂമിയുടെ മുമ്പിൽ ആട് മേയ്ക്കാൻ വന്ന അയാൾ കിടുകിട വിറക്കിയാണ് കോടതിയിൽ വന്നിട്ട്. കാരണം അവനെ ഇവർ തല്ലുമെന്ന് പേടിച്ചിട്ട്. കാരണം സാക്ഷി പറയേണ്ടി വരികയാണ്. അത് അനുവദിച്ചു കൊടുക്കുന്ന മജിസ്ട്രേറ്റുമാരും ഉണ്ടായിരുന്നു. നോക്കാതെ തന്നെ ഈ ചാർജ് ഷീറ്റ് അനുസരിച്ച് വിധി പ്രഖ്യാപിക്കുന്ന മജിസ്ട്രേറ്റുമാരുണ്ടായിരുന്നു. ജുഡീഷ്യറി താഴെ ലെവലിൽ പേടിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെ വിട്ടു,
ഞങ്ങളെ വിട്ടു എന്ന് പറയുന്നത് ആ സ്ത്രീ ഒരു മാന്യ മജിസ്ട്രേറ്റായിരുന്നുകൊണ്ട് എലിസബത്ത് കുരുള എന്നായിരുന്നു അവരുടെ പേര്. കൃത്രിമമായ ചാർജായിരുന്നു എന്ന് മാത്രമല്ല നിയമത്തിൽ തന്നെ അതിനനുകൂലമായൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഈ ലഘുവിലേക്ക് ഇറക്കിയത് രാജ്യരക്ഷാ ചട്ടങ്ങൾ ആഭ്യന്തര സുരക്ഷിതത്തിന് ബാധകമാകുന്നതിൻ്റെ മുമ്പാണ് എങ്കിൽ അത് തന്നെ ഒരു പരിരക്ഷയായിരിക്കും എന്ന് പറയുന്നു. പോലീസ് തന്നെ ചാർജ് ചെയ്തിരുന്നത് ജൂൺ 28-ാം തീയതി ഇങ്ങനെ ഇന്ത്യയുടെ അടിയന്തരം എന്ന് പറഞ്ഞ് ലഘുവിലേക്ക് ഇറക്കി എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് രാമേന്ദ്രൻ, പി.ടി. ദേവസ്വംകുട്ടി അങ്ങനെയുള്ള ആളുകൾ ഒന്നിച്ച് അറസ്റ്റ് ചെയ്യുകയാണ് ഇവർ ചെയ്തത്. അതുമായി പ്രവർത്തിച്ചിരുന്നവരെ പോലീസ് തന്നെ 28-ാം തീയതിയാണ് ലഘുവിലേക്ക് ഇറക്കിയെന്നാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച അബദ്ധമായി. കാരണം ജാമ്യം തരാതെ 2 മാസം ജയിലിൽ കിടക്കേണ്ടി വന്നു. കാരണം എങ്ങനെയായാലും വിട്ടുപോകുന്നു വന്നിട്ട്. പക്ഷേ RSSകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലും ഇല്ലാത്ത വിധത്തിൽ ഒരു ന്യായമില്ലാതെ ആട് മേയ്ക്കാൻ വന്നവനെ RSS ചേർക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ ഒപ്പം കിടന്നിരുന്ന സുഹൃത്തുക്കൾ, എൻ്റെ ഒപ്പം കിടന്നിരുന്ന സുന്ദരൊക്കെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എഴുതിയ മുദ്രാവാക്യമാണ് ഇത് വാസ്തവത്തിൽ. ഭാരതം ഇന്നൊരു ജയിലറ, ഒട്ടിച്ചെറിയും ചങ്ങലകൾ. അതാണ് RSSകാരെ ഡോക്യുമെൻ്ററി എടുത്തപ്പോൾ അവർ പോസ്റ്റർ ഇട്ടിരിക്കുന്നതായിട്ട് വെച്ചേക്കുന്ന ഈ കാര്യമാണ്. ഈ RSSകാർക്ക് ഏർക്കുന്ന മർദ്ദനത്തിൻ്റെ ഒരു പരമ്പര തന്നെ അവർ കാണിക്കുന്നുണ്ട്. മിക്കതും കുരുക്ഷേത്രം വിതരണം ചെയ്തതിൻ്റെ പേരിലും ഈ ചുമർ എഴുത്ത് ഒട്ടിച്ചതിൻ്റെ പേരിലാണ് പോസ്റ്ററുകൾ. സത്യമാണ്, അത് തന്നെയാണ് പ്രധാനമായി ചെയ്യേണ്ട പ്രവർത്തനം. അല്ലാതെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് കാര്യമായ പ്രവർത്തനം ഉത്തരേന്ത്യയിലുണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും അവിടെ ഉണ്ടായത് ഒരു നല്ല കാര്യമെന്ന് പറയാവുന്നതാണ്. ബലമായിട്ട് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിലൊക്കെ ഈ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോയി വാസക്ടമി ഓപ്പറേഷൻ ചെയ്തു. അതും ഒരു പ്രധാന കാരണങ്ങൾ തന്നെയാണ് കേട്ടോ അവിടെ ഇന്ദിരാഗാന്ധിക്കെതിരായി ആളുകൾ തിരിയാൻ. ഞാൻ ആ കാലത്താണ് ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ പോയിക്കണം. അവിടെ ഏത് കാര്യം സേവനം എൻ്റെ കാല് മുട്ടിയിട്ട് മുറിഞ്ഞിട്ട് എൻ്റെ അല്ല എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സുന്ദരേശൻ നായരുടെ അത് ചികിത്സിക്കാൻ ഒരു ഡിസ്പെൻസറി കയറിപ്പോൾ അവിടെ നോട്ടിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ. വാസക്ടമി ഓപ്പറേഷൻ നടത്തിയ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അങ്ങനെയുള്ളവനെ ചികിത്സ കിട്ടും. ഇതൊക്കെ ഇന്ദിരാഗാന്ധിക്ക് എതിരായി ജനവികാരം തിരിക്കുന്നതിനൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സൗത്ത് ഇന്ത്യയിലോ കേരളത്തിലോ അല്ല, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് ദൈവനിഷേധം ആണ്. അതായത് ഭരണാധികാരികൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ദൈവവിശ്വാസം ഇല്ലാത്തവനെ തലവെട്ടുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ അതൊരു കാലത്തുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ എല്ലാ മതങ്ങളും സഹവർത്തിത്വം ഉണ്ടായിരുന്ന ഒരു രാജ്യമായി മാറിയതും ഇപ്പോഴും അതിൻ്റെ പ്രതിഫലനം നിങ്ങൾക്ക് കാണാം. ബംഗ്ലാദേശിലോ ഇന്തോനേഷ്യയിലോ മാത്രമാണ് സമാധാനപരമായി അധികാര കൈമാറ്റം നടക്കുന്ന മുസ്ലിം രാജ്യം. പാകിസ്ഥാൻ ഈ അറബി രാജ്യത്തിൻ്റെയും ഹിന്ദു രാജ്യത്തിൻ്റെയും നടുക്ക് കിടക്കുന്നതുകൊണ്ട് രണ്ടും ചാഞ്ചാട്ടമാണ്. ബാക്കി എവിടെയെങ്കിലും മുസ്ലിം രാജ്യത്ത് ജനാധിപത്യ സ്വാധീനം ഉണ്ടെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൻ്റെ സ്വാധീനം കൊണ്ടുള്ളതാണ്. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ഇതുപോലെ തന്നെ അവനും പറഞ്ഞോട്ടെ എന്ന് വിശ്വസിക്കുന്ന ആ പോത്തുംപണ്ടി സംസ്കാരമാണ്. ഞങ്ങളുടെ വഴിക്ക് പോകും, അവനും പറഞ്ഞോട്ടെ എന്നതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ്. അത് ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായില്ല. അവരെ കൊണ്ടുവന്നിരുന്ന മാർക്സിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും മനസ്സിലായില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പത്രമാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്നത് ഈ പറഞ്ഞ പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം പൂർണ്ണമായി നിഷേധിക്കുകയാണെങ്കിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ചില പത്രങ്ങൾക്ക് കറണ്ട് കൊടുക്കാതിരിക്കുക. ഇവിടെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സാണ് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഇന്ദിരാഗാന്ധിക്കെതിരായി പ്രധാനമായിട്ട് അവർക്കും ഇതുപോലെ തന്നെ ഫോട്ടോ വെച്ച ഒരു എഡിഷൻ ഉണ്ടായിരുന്നു. അതിനെ ഒരു പരമാവധി ഉപദ്രവിച്ചു. പക്ഷേ പൊതുവേ അദ്വാനി പറഞ്ഞത് തന്നെയാണ് ശരി. കുനിയാൻ പറഞ്ഞപ്പോഴേക്കും ഇഴഞ്ഞു. തീവണ്ടി മര്യാദയ്ക്ക് ഓടി. പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയാണ് കേരളത്തിലെ ജനങ്ങളെ ആകർഷിച്ചത്. ഭൂരിപക്ഷം പേരും അടിയന്തരാവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വോട്ട് ചെയ്തത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് കൃത്രിമമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 20 പരിപാടി എന്നൊന്നും പറഞ്ഞത് രാജ്യത്ത് കാര്യമായ യാതൊരു സ്വാധീനവും ചെലുത്തിയില്ല. ഭൂരിപക്ഷം ജനങ്ങൾ അവരുടെ അധികാരത്തെ വോട്ട് ചെയ്ത് പുറത്താക്കുകയും ചെയ്തു. പിന്നെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നതിൽ കോൺഗ്രസ്സുകാർ വിജയിച്ചിട്ടുണ്ട്. അതായത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയെ ആൻ്റണി ഗൗഹതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് എതിർത്തു എന്ന്. ആൻ്റണി ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അത്ര കഴിവുള്ള ഒരാളല്ല. അദ്ദേഹം ചില ആളുകൾ അടിയന്തരാവസ്ഥയുടെ സാഹചര്യം വെച്ച് അമിതാധികാരം പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞത് കരുണാകരനെ ഉദ്ദേശിച്ചാണ്. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ ആൻ്റണി ഒരു ധീരൻ, ഇങ്ങനെ ആദർശ ധീരനാണെന്നുള്ള മട്ടിൽ, പ്രത്യേകിച്ച് കുൽദീപ് നയ്യാർ ഈ ആൻ്റണിയെ പുകഴ്ത്തിക്കൊണ്ട് ലേഖനം എഴുതി. താമസിയാതെ അടിയന്തരാവസ്ഥ അവസാനിച്ചപ്പോൾ അതിൻ്റെയും ഗുണം തനിക്ക് കിട്ടട്ടെ എന്നുള്ള മട്ടിൽ ആൻ്റണി ഒരു നിലപാടെടുക്കുകയും
ചെയ്തു. അല്ല എന്നെനിക്ക് ആൻ്റണിയും അനുകൂലിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും പ്രതിപക്ഷത്തിൻ്റെ പ്രശംസ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ആൻ്റണിയുടെ സ്വഭാവം ഇതിനനുസരിച്ച് ആൻ്റണി എതിർത്തു എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും. പക്ഷേ അടിയന്തരാവസ്ഥ അതുപോലെ ആയിരുന്നില്ല. പിടിച്ച് ജയിലിലേക്ക് കയറ്റുമായിരുന്നു. കരുണാകരന് പിന്നെ ഇതിനൊന്നും ഒരു പ്രശ്നമേ അല്ല. കരുണാകരൻ എന്നും അധികാരം തന്നെയാണ് പ്രശ്നം. അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെയാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ ഹേബിയസ് കോർപ്പസ് അതിന് തൊട്ട് മുമ്പ് കൊടുത്തു. ഈച്ചര വാര്യർ, നേരത്തെ ഇവിടെ പറഞ്ഞ രാജൻ എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുടെ അച്ഛനായ ഈച്ചര വാര്യർ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അന്യായമായ തടങ്കലിൽ വെച്ച ആളെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട് കൊടുക്കുന്ന ഹർജിയാണ്. അത് ഹൈക്കോടതിയിൽ കൊടുത്തു, ഇലക്ഷന് മുമ്പ് കൊടുത്തു. സത്യത്തിൽ ഈച്ചര വാര്യർ രാജൻ മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം എൻ്റെ പ്രൊഫസറാണ്. അവിടെ മീറ്റിംഗ് നടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു അച്ഛനോട് വല്ലതും പറ്റുമെന്ന് ചോദിക്കുക. ഞാൻ വളരെ പുള്ളി സിഗരറ്റ് വലിക്കാനായിട്ട് താഴത്തേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പ്രൊഫസർ ഹിന്ദി പ്രൊഫസറാണ്, മാഷേ വല്ല അബദ്ധവും പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കണ്ണ് ഇറക്കി കാണിച്ചിട്ട്, ഇല്ലടോ അവരെന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ. മാഷയ്ക്ക് ഈ പോലീസുകാരെ സ്വഭാവം അറിയില്ല. പോലീസുകാർ സെൻട്രൽ ഇൻ്റലിജൻസിലെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ബാലകൃഷ്ണപിള്ള അവരൊക്കെ ഈ തഞ്ചം ഉപയോഗിച്ച് രാജനെ കാണിച്ചു കൊടുക്കാം. പക്ഷേ രാജനോട് നക്സലേറ്റുകളുടെ കൂടെ നിന്ന് പോലീസിൻ്റെ ഒറ്റുകാരനായി പ്രവർത്തിക്കണം എന്ന് മാഷ് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് പറഞ്ഞ് മാഷെ സമീപിച്ചു. അപ്പോഴേക്കും അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ പോലീസുകാർ ഏത് കാര്യം അവർക്ക് മുതലെടുപ്പിന് വേണ്ടി നടത്തും. ഈ പറഞ്ഞതിൻ്റെ പേരിലാണ് മാഷ് അവൻ ജീവിച്ചിരിക്കേണ്ടതെന്ന് വിശ്വസിച്ചത്. സത്യത്തിൽ അപ്പോഴേ തന്നെ അയാൾ മരിച്ചുപോയി. കൊല്ലുകയല്ല ചെയ്തത്, ഉരുട്ടിയപ്പോൾ ചത്തുപോവുകയാണ് ചെയ്തത്. അവന് ആരോഗ്യമില്ല. അതുകൊണ്ടാണ് ആ കേസ് പിന്നീട് പോലീസുകാർക്കെതിരായിട്ട് വന്ന് വിട്ടുപോയത്. കാരണം കൊല്ലണം എന്ന ഉദ്ദേശമില്ലല്ലോ. ഒരാളുടെ തെളിവെടുക്കാൻ നേരത്തെ അവൻ്റെ മൊഴി എടുക്കാൻ നേരത്തെ കൊല്ലാനല്ല പോണത്. പക്ഷേ മരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ രാജൻ കേസ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നതും ശരിയല്ല. അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടതിന് നക്സലൈറ്റുകൾ ക്രെഡിറ്റ് എടുക്കുന്നത് യാതൊരു ന്യായവുമില്ല. അവർ ഈ തിയറി പ്രകാരം ഇതാ ഫാസിസം വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും അതനുസരിച്ച് അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയായി എന്ന് പറഞ്ഞ് ഇനി വയലൻസ് വേണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പോവുകയും തോക്കെടുക്കാൻ പോവുകയാണ് ചെയ്തത്. കൃത്യമായ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ 2 അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചവരോട് പോലീസുകാർക്ക് വ്യക്തിപരമായി പോലും വിരോധം തോന്നാം. അടിയന്തരാവസ്ഥയ്ക്കെതിരായി മത്സരിച്ചതിൻ്റെ ക്രെഡിറ്റ് അവർക്കില്ല. ഒരു സംഘടന എന്നുള്ള എനിക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് RSSന് തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പിനാണ്. കാരണം ഞങ്ങൾക്കല്ലാതെ ഇന്ത്യയിൽ ആർക്കും തന്നെ 5 രൂപയിലേക്ക് ഇറക്കാൻ പറ്റിയിട്ടില്ല. അച്ചടിച്ചില്ല ആരും. നമുക്കതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നുകൊണ്ടാണ് അച്ചടിച്ച് മേടിച്ചത്. അതും കാശില്ലാതെ വളരെയധികം കാശ് കൊടുത്തിട്ടാണ് അടിക്കേണ്ടി വന്നത്. പരസ്പരം ആരാണത് ചെയ്യണമെന്ന് അറിയാതെ ചെയ്തുകൊണ്ടാണ് ഒരു വഴി വിജയിച്ചത്. എൻ്റെ കയ്യിൽ ഈ 5 രൂപയുടെയും കോപ്പിയുണ്ട്. പിന്നെ ആരും അറിയാത്തതും പ്രചരണം അതിനുശേഷം കിട്ടാത്തതുമായിട്ട് അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇത് തന്നെ അടിയന്തരാവസ്ഥ കേരളത്തിൽ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഇതുവരെ പുറത്ത് ആരോടും പറഞ്ഞിട്ടുമില്ല, കാണിച്ചിട്ടുമില്ല. പത്രവാർത്ത ശരിയല്ല എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. ഇത് ഇറക്കിയിരിക്കുന്ന ആൾ അലക്സാണ്ടർ പറമ്പിത്ര എന്ന് പറഞ്ഞ് കേരള നിയമസഭാ സ്പീക്കറായിരുന്ന ആളാണ്. കോൺഗ്രസിൻ്റെ ദീർഘകാലത്തെ നേതാവായിരുന്നു. 35 കൊല്ലം MLA ആയിരുന്നു. അന്ന് അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. കാരണം ശങ്കരനാരായണനായിരുന്നു പ്രസിഡൻറ്റ്. പിന്നീട് ഗവർണറായ ഒരു പാർട്ടി മാറിയോണ്ട് ഇത്രയധികം ലാഭമുണ്ടായ വേറൊരാളില്ല. മഹാരാഷ്ട്ര ഗവർണറും വേറെ എവിടെയൊക്കെ ഒരു ഗവർണറായി അദ്ദേഹം എൻ്റെ വലിയ അടുത്ത സുഹൃത്താണ്. ശരിക്കും സ്ഥാനമോഖി ആയിട്ട് മാറിയത് തന്നെയാണ്. കാലം മാറിയതാണ്. അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്ന സമയത്ത് ഇന്ദിരാഗാന്ധി പ്രഷർ ചെയ്തു. അങ്ങനെയാണ് കേരള കോൺഗ്രസിനെ ആദ്യം കൊണ്ടുവരുന്നത്. അടിയന്തരാവസ്ഥ 20 കൊല്ലത്തിൽ നിങ്ങൾ ജയിലിൽ കിടക്കണമോ അതോ ഇപ്പുറത്ത് വന്ന് മന്ത്രിയാവണമോ എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വഴി KN ജാർജിനോട് ചോദിച്ചത്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് ആദ്യം പ്രതിപക്ഷത്തു നിന്ന് മാറി ഭരണ കക്ഷികളുടെ കൂടി ഐക്യജനാധിപത്യ കൂടി. അതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിച്ച ആൾ അന്നത്തെ KPC പ്രസിഡൻ്റായിരുന്ന യഥാർത്ഥത്തിലുള്ള ശങ്കരനാരായണനാണ്. കേരളത്തിലെ സംഘടനാ കോൺഗ്രസ്സുകാർ ഭരണ കോൺഗ്രസ്സിൽ ചേരാൻ തീരുമാനിച്ചതായി പത്രങ്ങളിൽ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. ആ വാർത്ത കൊടുത്തു. അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് മാറ്റിയിട്ട് അലക്സാണ്ടർ പറമ്പിത്ര പ്രസിഡൻ്റാക്കിയിരുന്നു. അത് കൊടുക്കുന്നില്ല. ഒന്ന് ആലോചിച്ചു, എന്തൊരു ധാർമ്മികതയാണത്. ഇന്ദിരാഗാന്ധിയുടെ അധികാരം ഉപയോഗിച്ച് സംഘടനാ കോൺഗ്രസ് എന്ന് പറഞ്ഞ നിലവിലുള്ള കോൺഗ്രസിനെ പിരിച്ചുവിട്ട് അതിൻ്റെ പ്രസിഡന്റിനെ നിർബന്ധിച്ചല്ല സ്ഥാനം കൊടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരികയും അപ്പോൾ അവർ ശരിക്കുള്ള സംഘടനാ കോൺഗ്രസ്സിൽ മാറി നിന്നുകൊണ്ട് വേറെ സംഘടന അലക്സാണ്ടർ പറമ്പിത്രയുടെ നേതൃത്വത്തിൽ മൊറാർജി ദേശായി ഗ്രൂപ്പിൻ്റെ അംഗീകാരം, അവരാണ് ശരിക്കുള്ള സംഘടനാ കോൺഗ്രസ്, അംഗീകാരത്തോടുകൂടി രൂപീകരിക്കുകയും ചെയ്തു. ആ വാർത്ത പത്രത്തിൽ വന്നില്ല. എന്നിട്ട് അവർക്ക് യാതൊരു വരുമാനമോ കാശോ ഇല്ലാത്ത
അവർ ഈ ചെറിയ ഒരു നോട്ടീസ് വഴി എന്നെ പോലെ അവരോടൊക്കെ സിമ്പതിയുള്ള ആളുകൾക്ക് അയച്ചു തരികയാണ് ചെയ്തത്. പത്രവാർത്ത ശരിയല്ല എന്ന്. ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നിരവധി പുസ്തകം വന്നിട്ടും ഈ കാര്യം എഴുതിയതായിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇവരാ കാലത്ത് ആവിഷ്കരിച്ച ചില പരിപാടികൾ നോക്കിയാൽ മതി. കായലിൽ പായൽ വാരൽ, അങ്ങനെ ഒരു പറ നെല്ല് തുടങ്ങിയ ഓരോ തരം നടപ്പാക്കാൻ വയ്യാത്ത ഇന്ദിരാഗാന്ധിക്ക് ഉൽപ്പാദനമാണ് പ്രധാനം, നമ്മൾ നാവടക്കൂ പണിയെടുക്കൂ എന്ന ഒരു മുദ്രാവാക്യമായിരുന്നു. അതായത് ഒന്നും ചോദ്യം ചെയ്യേണ്ട, പണിയെടുത്താൽ മതിയെന്ന്. ആ നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ളതാണ് അടിയന്തരാവസ്ഥയുടെ മുദ്രാവാക്യം. അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക, കാര്യങ്ങളൊന്നും പറയരുത്. അന്നും പത്രത്തിൽ എഴുതിയിരുന്ന ഒരു മുദ്രാവാക്യമാണ്, ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമാണ് നാവടക്കൂ പണിയെടുക്കൂ. അത് ആകാശവാണിയിലും ഒക്കെ സ്ഥിരം ആവർത്തിച്ചുകൊണ്ടിരുന്നു ആളുകളെ ഉത്ബോധിപ്പിക്കാൻ. ഒക്കെയാണ് അടിയന്തരാവസ്ഥയിൽ ചെയ്തിരുന്ന ജനാധിപത്യ ധ്വംസനം. പൗരാവകാശങ്ങളില്ല, സംഘടിക്കാനുള്ള അവകാശമില്ലാതെയായി, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അവകാശമില്ലാതായി, പ്രകടനം നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവകാശമില്ലാതായി. ഭരണാധികാരികൾ പറയുന്നത് എന്തോ അതനുസരിക്കാൻ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാധ്യസ്ഥരാണെന്നുള്ള തോന്നലുണ്ടാക്കാനാണ് ശ്രമിച്ചത്. അത് ദക്ഷിണേന്ത്യയിൽ എന്ത് തന്നെയായാലും കോൺഗ്രസ് അനുകൂലമായ ആളുകൾ വോട്ട് ചെയ്തു. ഉത്തരേന്ത്യയിൽ നമ്മൾ ആക്ഷേപിക്കുന്ന നിരക്ഷര കുഷികളെന്ന് പറയുന്ന അവരുടെ പാരമ്പര്യമായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ലംഘിച്ചതിൽ പ്രതിഷേധിച്ചും അതിലൊരു വിഭാഗം ഈ പറഞ്ഞ പോലെ വന്ധ്യംകരണം തുടങ്ങിയ അടിച്ചേൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചും വോട്ട് ചെയ്ത് അവരെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ഒരു പരമ്പരയായിട്ട് വരികയാണ് ചെയ്തത്. ഒന്ന് കോടതി ഇലക്ഷനിൽ തോറ്റു, സ്റ്റേ കിട്ടിയില്ല. പിന്നെ ഭയം, അവരെങ്ങനെ ഒരിക്കൽ മാറിക്കഴിഞ്ഞാൽ ജയജീവനറാമുള്ള ആളുകൾ സ്ഥാനത്ത് വരികയും പിന്നെ ഒരിക്കലും ഒഴിയാൻ കൊടുക്കാൻ പറ്റാത്ത വരികയും ചെയ്തു എന്ന് പേടി. കോൺഗ്രസ്സിനകത്ത് നിന്ന് റബൽ ചെയ്താൽ തൻ്റെ സ്ഥാനം ആകെ അവതാളത്തിലാവുമെന്ന് അവർ വളരെയധികം ഭയപ്പെടുകയും ചെയ്തു. കോൺഗ്രസ്സിൽ തന്നെ പ്രമുഖ നേതാവായിരുന്ന ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള സ്വന്തം പാർട്ടിക്കാരെ ആളുകളെ അറസ്റ്റ് ചെയ്തു. രാംധൻ ചന്ദ്രശേഖരൻ്റെ അനുയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലക്ഷ്മികാന്തമ്മ എന്ന് പറയുന്ന MP, അങ്ങനെ 5 MPമാർ, മോഹൻ ദാരിയ, ലക്ഷ്മികാന്തമ്മ, രാംധൻ, ചന്ദ്രശേഖർ, 5 പേര് എതിർത്തു. ബാക്കിയുള്ള MPമാരെല്ലാം പ്രത്യേകിച്ച് CPI അനുകൂലികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ, വയലാർ രവി, ആ ടൈപ്പ് ആൾക്കാരെ എല്ലാം ആവശ്യത്തിൽ കൂടുതൽ ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തി അവരുടെ കൂടെ കൂടി നക്കപ്പച്ച കിട്ടാനാണ് അതിൻ്റെ കൂടെ കൂടുകയും ചെയ്തു. കേരളത്തിലും കോൺഗ്രസ്സുകാർ അതിൻ്റെ ചെയ്തു. ആൻ്റണി ഉൾപ്പെടെ അത് തന്നെയാണ് ചെയ്തത്. അവിടെ ഗൗഹതിയിൽ പറഞ്ഞു എന്ന് പറയുന്നത് കരുണാകരനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. കരുണാകരനായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തൻ. അത് ഭംഗിയായിട്ട് ഇവിടെ നടപ്പാക്കുകയും കരുണാകരന് ഭൂരിപക്ഷം നേടി കരുണാകരൻ എടുക്കുകയും ചെയ്തു. ഏതായാലും നിയമത്തിൽ കേന്ദ്രതലത്തിൽ തന്നെ ജഡ്ജിമാരുടെ ഓവർലുക്ക്, അതായത് സീനിയോറിറ്റി നോക്കാതെയുള്ള ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുക തുടങ്ങിയ പരിപാടികൾ ഇന്ദിരാഗാന്ധി നടത്തി. ശിങ്കിടികളെ കൊണ്ട് പ്രതിഷ്ഠിച്ചു ചീഫ് ജസ്റ്റിസായിട്ട്. മാന്യനായ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായി മറ്റേ സെൻസർഷിപ്പിന് ഷാ അദ്ദേഹത്തിനെ സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് ലോക രാജ്യങ്ങളിൽ അദ്ദേഹത്തിനെ പടം വെച്ചിട്ടുണ്ട്, ഈ അടിയന്തരാവസ്ഥ എതിർത്ത ഒരു ജഡ്ജി എന്നുള്ളതിലേക്ക്. നിയമപ്രകാരം അത് നിലനിൽക്കുമായിരുന്നില്ല. അതേപോലെ തന്നെ അവസാന വിധിയിലും ഈ ഇന്ദിരാഗാന്ധിക്ക് ഈ പറഞ്ഞ പോലെ ഇന്ദിരാഗാന്ധിക്കെതിരായി വരുന്നതൊക്കെ തെരഞ്ഞെടുപ്പ് തോറ്റുകൊണ്ടും മറ്റു കാര്യം കൊണ്ടുമാണ്, അടിയന്തരാവസ്ഥയുടെ പേരിലല്ല. അന്ന് തന്നെ ഒരു കാര്യം, സെൻസർഷിപ്പ് പിൽക്കാല പ്രാബല്യത്തോടുകൂടി ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഒഴിവാക്കിക്കൊണ്ടൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. അടിയന്തരാവസ്ഥ ചെയ്ത തോന്നിവാസങ്ങളൊന്നാണെന്ന് ആലോചിക്കണം. ഒരു പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെയോ വേലക്കാരെയോ ആരെയെങ്കിലും ചുട്ടുകൊന്നാൽ പോലും കേസെടുക്കാൻ വയ്യ എന്നൊരു ഭേദഗതി കൊണ്ടുവന്നു. അത് നമ്മുടെ ആളുകൾ പാസ്സാക്കി കൊടുത്തു. പിന്നീട് വന്ന ജനതാ ഗവൺമെൻറ്റാണ് അത് റദ്ദാക്കിയത്. ഇന്നത്തെ നമ്മുടെ പൗരാവകാശങ്ങൾ പലതും അങ്ങനെ ഉണ്ടായതാണ്. ഇല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി ആയിരിക്കും ഒരാൾ ക്രിമിനൽ കുറ്റം ചെയ്താൽ പോലും അയാളുടെ പേരിൽ ശിക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നേനെ. അങ്ങനെ നിയമം മുഴുവൻ താറുമാറാക്കി. എന്ന് മാത്രമല്ല, പല കാര്യങ്ങളും ഈ 42ാം ഭേദഗതി എന്ന് പറഞ്ഞ ആ ഭേദഗതി കൊണ്ടുവന്ന് ഭരണഘടനയെ തന്നെ ഒരു സമാന്തര ഭരണഘടന ഉണ്ടാക്കുന്ന പോലെ അലങ്കോലപ്പെടുത്തി. അതെല്ലാം തിരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന വിധത്തിൽ മാറ്റിയെടുത്തത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ പിന്നീട് വന്ന ജനതാ ഗവൺമെൻറ്റാണ്. ഇന്ന് ജനസംഘത്തെയും ജനതാ പാർട്ടിയെയും BJPയും ഒക്കെ എതിർക്കുന്ന പൗരാവകാശ പ്രവർത്തകർ എന്ന് പറയുന്നവർക്ക് വായ തുറക്കാനുള്ള അധികാരം തിരിച്ചു കൊടുത്തത് ഈ ആളുകളാണ്. നേരത്തെ പറഞ്ഞ ആത്മാർത്ഥതയില്ലാതെ, വിശ്വാസമില്ലാതെ, വെറും പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ ഓരോ സത്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണ് വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരികയും അവർക്ക് ഒരു ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് തോന്നാൻ ഇടയാകുകയും ചെയ്തത്.